ഈ ആഴ്ചയിൽ 3 സാക്ഷ്യങ്ങൾ ഏതാണ്ട് ഒരേ ദൈവ മനസ്സ് വെളിപ്പെടുത്തുന്ന 3 സാക്ഷ്യങ്ങളുണ്ടായി. അത് 3 സാക്ഷ്യങ്ങളുടെ ഒരു നേച്ചർ പറയാം. സാക്ഷ്യങ്ങൾ ഈ ആഴ്ചയിൽ ഒത്തിരി ഉണ്ടായി. അതല്ല, ഞാൻ 3 സാക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് പെക്യുലറായിട്ടുള്ള ഒരേ നേച്ചർ കീപ്പ് ചെയ്യുന്ന ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യമാണ്. ക്രിസ്റ്റി ജോസഫ് ചെറുപ്പക്കാരനാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യം അയാൾ പറയണത്, എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ആ സാക്ഷ്യമാണ് എന്നെ വളരെ സ്പർശിച്ചത്. എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അവിശ്വാസിയൊന്നുമല്ല, പക്ഷേ എനിക്ക് ദൈവമായിട്ട് പേഴ്സണൽ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വാസ നിഷേധിയൊന്നുമല്ല. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടതാണ്, എനിക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഒരു അവയർനെസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ വന്നല്ല അദ്ദേഹം പറയണത്. ഉടമ്പടി എടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ വളരെ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണിത്. ക്രിസ്റ്റി ജോസഫ് ഒരു മിടുക്കനായ ചെറുപ്പക്കാരനാണ്. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. നല്ല വിദ്യാഭ്യാസത്തിൽ കുതിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു ഫ്ലോപ്പില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് 90% മാർക്ക് എല്ലാത്തിനും കൂടുതലുള്ള ആളാണ്. അപ്പോൾ അയാൾ IELTS പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ താനിങ്ങനെ എല്ലാത്തിനും പോകുന്ന ആളാണ്. അയാൾ അത് കണ്ടൻ്റ് ആൻഡ് കോൺഫിഡൻ്റ് ആണ്. അതാണ് പ്രശ്നം. ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നുന്നത് മേ ബി എ ട്രാജഡി. നമ്മുടെ ഒരു ട്രാജഡി എന്ന് പറയണത് ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് തന്നെയാണ്. അതുതന്നെയാണ് ധനവാനെന്ന് പറയണത്. നമ്മൾ പറയുന്ന പണക്കാരനല്ല ധനവാൻ. ബൈബിളിലെ ധനവാൻ ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ മാനസികമായി തോന്നുന്ന ആൾക്കാർ ധനവാന്മാരാണ്. അതിനാണ് പോർ സ്പിരിറ്റ് മത്തായി ശ്ലീഹ പറയണത്, ആത്മന ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വെച്ചാൽ, എനിക്കൊന്ന് വിരലും ഞൊടിക്കണമെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ കനിയണമെന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണ് ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് എനിക്കില്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. അതാണ് ആധ്യാത്മികതയുടെ ആദ്യ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങളൊന്നാണ് റിജോയ്സ് ആൻഡ് ഹൗ സ്വീറ്റ് വിത്ത് ദ ലോർഡ്. എന്ത് മധുരമുള്ളതാണ് കർത്താവെന്ന്. കർത്താവ് ബേസിക്കലായിട്ട് ദൈവത്തിൻ്റെ രുചി എന്താണ്? മധുരമാണ്. കവർപ്പല്ല, ചവർപ്പല്ല, കയ്പല്ല. The basic taste of Jesus is sweetness. The basic taste of Jesus is not bitterness. കയ്പല്ല, കവർപ്പല്ല, ചവർപ്പല്ല. ഇറ്റ് ഈസ് സ്വീറ്റ്നെസ്, മധുരമാണ്. ദാറ്റ് മീൻസ് ദൈവ പൈതലേ, നിൻ്റെ ജീവിതം ഇപ്പോഴ് ഉറ്റവർ മരിച്ചു പോയ ഒരു അവസ്ഥയാകാം, അല്ലെ കടങ്ങൾ വന്നിട്ട് ജപ്തി നടപടി വന്ന അവസ്ഥയാകാം. ഇപ്പം നിനക്കത് കയ്പായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കയ്പുകൾ മധുരത്തിലേക്കുള്ള ഒരു സാധ്യതയാണ്. ഈ കയ്പിനെ ബേസിക്കായിട്ട് അവസാനം വന്ന് നിൽക്കണ എവിടെയായിരിക്കും? മധുരത്തിലായിരിക്കും. കാര്യം ബേസിക്കായിട്ട് കർത്താവ് മധുരമാണ്. ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഈസ് ദ ലോർഡ് എന്ന് വെച്ചാൽ എത്ര മധുരമുള്ളതാണ് കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഏത് കവർപ്പായാലും ചവർപ്പായാലും കയ്പായാലും അതെല്ലാം ക്രമേണ അവസാനിക്കാൻ പോണത് മധുരത്തിലായിരിക്കും. അതായത് സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ. ഇതിന് ചില ഇംഗ്ലീഷില്ല, ആണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്, ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്. അതായത് കർത്താവ് എത്ര മധുരമുള്ളവനാണെന്ന് രുചിച്ചറിയുവൻ.
അതായത് നമ്മളെ കൃപാസനത്തിന് അൾത്താറയിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നാൽ, അതായത് നീ കവർപ്പോ ചവർപ്പോ കയ്പോ ഒക്കെയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് ഒടുവിൽ വരാൻ പോകുന്നത് മധുരത്തിലേക്കാണ്. കാരണം ബേസിക്കായിട്ട് ദൈവം മധുരമാണ്. മനസ്സിലായില്ലേ? അത് ഉറ്റവരുടെ മരണമായാലും, നിൻ്റെ ജപ്തി നടപടിയായാലും, പരീക്ഷയുടെ തോൽവിയായാലും, നിൻ്റെ ജോലി നഷ്ടമായാലും, ജപ്തി നടപടിയായാലും, കറങ്ങിത്തിരിഞ്ഞ് ഇത് തിരിച്ച് മധുരത്തിലേക്ക് വരാൻ സാധ്യതയെന്ന് പറയുന്നത് അമ്മയാണ് നിന്റെ ജീവിതം മധുരിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവ് തന്ന ഓൺലൈൻ വ്യാഖ്യാനമാണ്. എന്താണ്? ബേസിക്കായിട്ട് ദൈവം മധുരമുള്ളവരാണെന്ന് ഞാനും കേട്ടിട്ടില്ല. ഇപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുമ്പോഴാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നിട്ട് ആത്മാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഇപ്പം കയ്പിലാണ് ജീവിക്കുന്നത് വിചാരിച്ചോ, അല്ലെങ്കിൽ നീ ചവർപ്പിലോ കവർപ്പിലോ ആണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ക്രമേണ വെയിറ്റ് ആൻഡ് സീ, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ചെയ്യാൻ പറയും, അതായത് നീ കാത്തിരിക്കാൻ പറയും. കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ കാത്തിരിക്കുക, ദൈവസ്നേഹത്തിൽ കാത്തിരിക്കുക, പ്രത്യാശയിൽ കാത്തിരിക്കുക. 27 സങ്കീർത്തനം 14 തിരുവചനം വായിച്ചോളൂ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ഏറ്റു പറഞ്ഞ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം കാത്തിരിക്കുക എന്ന് വെച്ചാൽ വിശ്വാസികളോട് ദൈവം പറയുന്ന ഒരു നടപടിക്രമമാണ്. വെയിറ്റ് ചെയ്യാൻ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ബി സിംസൺ എന്ന് പറഞ്ഞൊരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയുള്ള പി സിംസൺ കളിക്കവിള പാറശാലപ്പുറത്താണ്, കന്യാകുമാരിയില്ല. അത് ഭയങ്കര രസത്തെ ഡോക്ടർ CSI ആണ്. ഡോക്ടർ അമ്മ പണ്ട് അക്രൈസ്തവയായിരുന്നു, പിന്നീട് CSI ആയതാണ്. പക്ഷേ CSI ആയതാണെങ്കിലും ഡോക്ടറും ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിലും ഡോക്ടറിൻ്റെ സാക്ഷ്യങ്ങൾ പറയണ കേൾക്കാൻ നല്ല രസമാണ്. അല്ലേ അതായത് ഡോക്ടറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങർക്ക് ഓൾ ഇന്ത്യ MD എൻട്രൻസ് എഴുതിയിരിക്കുക. ഓൾ ഇന്ത്യ MDയുടെ MBBS കഴിഞ്ഞു, MDക്കുള്ള മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയുള്ള എൻട്രൻസ് കഴിഞ്ഞു. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര ഇൻ്റലിജൻ്റാണ്, നല്ല സ്കോർ ചെയ്യുന്ന ആളാണ്, നല്ല കോൺഫിഡൻസ് ഒക്കെ ഉള്ള ആളാണ്. അതിൻ്റെ പേരിൽ പേഴ്സണൽ കോൺഫിഡൻസ് ഉള്ള ആളാണ്. ദാറ്റ് മീൻസ് ഉടമ്പടി ഭാഷയിൽ പറഞ്ഞ മെരിറ്റുള്ള ആളാണെന്നാണ്. ഉടമ്പടി എപ്പോഴും നോക്കുന്നത്, ഉടമ്പടിനെ ഈ നമ്മുടെ കപ്പാസിറ്റിയും നോൺ കപ്പാസിറ്റിയും അളക്കുന്നത് 2 വാക്കിലാണ്, മെരിറ്റ് ആൻഡ് ഗ്രേസിലാണ് പറയണത് എപ്പോഴും. ദാറ്റ് മീൻസ് ഹീസ് ബേസിക്കലി ഹീസ് എ മെറിറ്റോറിയസ് മാൻ. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ഒരു കോളേജിൽ കിട്ടി, MD അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത് പ്രൈവറ്റാണ്. പ്രൈവറ്റായപ്പോൾ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ പറഞ്ഞു, ബന്ധുക്കളൊക്കെ പറഞ്ഞ് പ്രൈവറ്റെങ്കിൽ പ്രൈവറ്റ്, കിട്ടിയതിന് പോകുന്നതല്ലേ ബുദ്ധി എന്ന് ചോദിക്കും. അപ്പോഴേ ഇവരുടെ ഈ ഡോക്ടറിൻ്റെ അമ്മ പറയും, നമ്മളെ അങ്ങനെയല്ല, നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ, അപ്പം അമ്മ ഇതിനേക്കാൾ മെച്ചമായ കാര്യങ്ങൾ നമുക്ക് തരും. ആ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം ഭയങ്കര രസമാണ് പോണത് കേൾക്കാൻ. ചില ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറിനും ഉണ്ട് ആഗ്രഹം. കാര്യം പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും 1 കോടി 1.25 കോടി രൂപ വരും, ചിലവൊക്കെ വരും. അപ്പം നല്ല ബാങ്ക് പലിശയൊക്കെ വരും ശരിക്കും. പക്ഷേ എങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ, മുന്നോട്ട് പോകണമെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 30-40 വയസ്സുള്ളപ്പോഴൊക്കെ കടമൊക്കെ തീരത്തുള്ളൂ ചിലപ്പോഴേ. പക്ഷേ എങ്കിലും ഹയർ സ്റ്റഡി ചെയ്യാതിരിക്കാൻ അവിടെ പിടിച്ചു നിൽപ്പില്ല MBBSകാർക്ക്. പക്ഷേ എടുക്കുക. പക്ഷേ അമ്മ പറയും, നോ, നമ്മൾ ഉടമ്പടി എടുത്തതാണ്,
അമ്മ മാതാവ് നമുക്ക് തരും. അമ്മ മാതാവ് ഇതിനൊക്കെ ബെറ്റർ ഓപ്ഷൻ തരും. അതാണൊരു വിശ്വാസം എന്ന് പറയണത്. കാത്തിരിക്കാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലേ, കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് അപ്ഡേഷനാണത്. ഉടമ്പടി എടുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഗുണനിലവാരമുള്ള ഒരു അപ്ഡേഷൻ സംഭവിക്കും. ചിലർക്കത് വല്ലാണ്ടങ്ങ് സംഭവിക്കും. ചിലർ ഇങ്ങനെ ഒരു മരക്കഴുത പോലെ എടുക്കണോ എടുക്കാത്തതൊക്കെ കണക്കാണെന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ ചിലർക്ക് ക്ലെയിമുണ്ട്. അവർക്ക് ക്ലെയിം വെച്ച് കളിക്കാനറിയാം. അവരമ്മ പറഞ്ഞു നോ നോ നോ, നമ്മളെ പ്രൈവറ്റിൽ പോകേണ്ട കാര്യമല്ല, നമുക്ക് ക്ലെയിമുണ്ട്. നമ്മുടെ ക്ലെയിം എന്താ? ഉടമ്പടി എടുത്തിരിക്കണമെന്ന്. ഷീസ് നോട്ട് എ കാത്തലിക്, ഷീസ് നോട്ട് എ കാത്തലിക്, ഷീസ് CSI, റിട്ടേൺ ഫ്രം ദ ഹിന്ദു കമ്മ്യൂണിറ്റി. പക്ഷേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? അവരുടെ നിക്ഷേപം എന്താ? നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണമെന്ന്. അതുകൊണ്ട് ഇതിനേക്കാൾ മെച്ചമായ ഓപ്ഷൻ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലേട്ട് കൊള്ളാത്ത രീതിയിൽ അമ്മ മാതാവ് നമുക്ക് ചെയ്തു തരും. ആ ഉടമ്പടി അപ്പോൾ എന്തുമാത്രം ഗൗരവമായിട്ട് കാണുന്നു. ഒരു ഗവൺമെൻറ്റുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന പോലെ കോൺക്രീറ്റായിട്ട് ഉടമ്പടി കാണുന്നു, അല്ല ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാണുന്നത്. ഒക്കട്ടെ വെക്കുമായിരിക്കും, ഒട്ടാൽ കൊള്ളാം, അങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കലല്ല. ഇത് ഒരു കോൺക്രീറ്റ്, ഒരു പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആയിട്ട് കോൺക്രീറ്റായിട്ട് കാണുകയാണ്. ഇതിലിവർ പറഞ്ഞ് നമുക്ക് ആരാധന എന്ത് പറയണമെന്ന് കേൾക്കട്ടെന്ന് പറഞ്ഞ്, മനസ്സിലായില്ലേ? ഇന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് എന്താ പറയണത്? ആരാധനയെ അവർ കാണുന്നത് ഒരു പ്രോഗ്രാമായിട്ടല്ല, ദൈവം സംസാരിക്കുന്ന, അവരുടെ ജീവിതത്തോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അത് തന്നെ ഈ കൃപാസനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ബൈബിളിൽ എന്തിനാണ് കൃപാസനം സ്ഥാപിക്കണത്? കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത് ദൈവം. നമ്മൾ 25 വായിക്കുമ്പോൾ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ, ആ ധ്യാനത്തിലാണ് വെയിറ്റ് എന്ന് പറയണത്. ആ ധ്യാനത്തിൽ അങ്ങനെ അറിയത്തില്ല, എനിക്കറിയത്തില്ല, എനിക്ക് കർത്താവ് തരണ അനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ തന്നെ വെയിറ്റ് എന്ന് പറയണത്, വെയിറ്റ്. അപ്പോൾ ഡോക്ടറിനോട് പറയും വെയിറ്റ് എന്ന് ഈശോ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾക്ക് പ്രൈവറ്റ് കോളേജിൽ നമ്മൾ പോകത്തില്ല, വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആരാധന എടുത്ത മെസ്സേജാണത്. അതാണ് ഈ വിഷയത്തെ എന്തുമാത്രം യാഥാർത്ഥ്യമായി പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായിട്ട് ആൾക്കാർ അങ്ങനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം, നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലം എന്ന വചനത്തിലില്ലേ? അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഇപ്പം ദിവ്യകുർബാനയിൽ ഈശോ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്നു, അല്ലെങ്കിൽ തിരുവോസ്തി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിഷയമാണ്. പക്ഷേ ഈശോ ജീവനോടെ ദിവ്യകുർബാന എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുന്ന് ഈശോനെയും കൊണ്ട് പോണത്. അല്ലാതെ തിരുവോസ്തി രൂപനാണ് ആനകൂന എന്നൊക്കെ പറഞ്ഞ് ഈ ബോധമില്ലാത്തവന്മാർ പാടത്തില്ലേ, അതൊന്നും അങ്ങനെയുള്ള പാട്ടുകാരൊന്നും കൊണ്ടുപോകത്തില്ല. അവർക്കറിയാം ദിസ് ഇസ് ജീസസ്, ദാറ്റ് ഇസ് ലോഡ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എഫിക്കസി ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ സഭയെ നോക്കി പാർക്കാനുള്ള അധികാരാവകാശങ്ങൾ കിട്ടിയത് പറഞ്ഞ ആൾക്കല്ലല്ലോ, ചെയ്ത ആൾക്കല്ലേ. അത് കേട്ട് വെള്ളത്തിലേക്ക് ചാടിയ പത്രോസിനല്ലേ. ഇതുപോലെ ഒരു വിഷയം ഇതിനകത്തുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയുള്ളൂ. വീട്ടിലിരുത്തുകാരെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അല്ലേ? ലാസറിൻ്റെ പെങ്ങളും മറിയം വീട്ടിൽ തന്നെ ഇരുന്ന് മാർത്തായോട് ഈശോ പുനരുദ്ധാനത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അതായത് ചൊല്ലണവർക്കല്ല, ചെയ്യുന്നവർക്കാണ് ഉടമ്പടിയുടെ സാകല്യം ലഭിക്കുന്നത്. ഡോക്ടറും അമ്മയും വെയിറ്റ് ചെയ്യാൻ എന്താണ് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ? ഗവൺമെൻറ് സീറ്റിൽ വരും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആകും, പണച്ചുരുക്കം
കുറച്ച് ചിലവ് കുറഞ്ഞ് അവർക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അഡ്മിഷൻ മേടിച്ച് കയറി പോകുമ്പോഴേ വെയിറ്റ് ചെയ്യേണ്ടത് ഒരു റിസ്ക്കാണ് ശരിക്ക്. അതാണ് വിശ്വാസത്തിൽ എടുക്കുന്ന റിസ്ക്കാണത് അവരെടുക്കുന്നത്. പക്ഷേ റിസ്ക് അധിക സമയം എടുക്കേണ്ടി വന്നില്ല. ഒരിക്കലുമില്ലാത്ത രീതിയിൽ മാതാവ് ഒരു പുതിയ വാതിൽ തുറന്നു കൊടുക്കും. ഇപ്പോൾ ബൈബിളിൽ പറയത്തില്ലേ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറയത്തില്ലേ? ഐസയ്യാ 43:19, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. പറഞ്ഞേ, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വാഗ്ദാനമാണത്, പ്രോമിസാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഒരു നമ്മൾ ആശ്രയം വെക്കുന്ന ക്ലെയിമാണ്. എന്താണ്? 43:19 ഒന്ന് പറഞ്ഞു, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, ഇത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. രണ്ടും മനുഷ്യനെ ക്ലേശകരമായ കാര്യമാണ്. എന്താണ്? വിജനപ്രദേശത്ത് 10,000-കണക്കിന് ഏക്കർ സ്ഥലത്ത് ഒരു പാത വെട്ടുക ക്ലേശകരമാണ്. പിന്നെന്താണ്? മരുഭൂമിയിൽ നദികൾ. അപ്പോൾ ജീവിതത്തിൽ ഒട്ടും നടക്കത്തില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ദൈവം പുതിയ വഴികൾ, പുതിയ കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മളുടെ അവകാശമാണ്. എന്താ കാര്യം? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ആശ്രയം വെക്കണ എവിടെയാണ്? വാഗ്ദാനങ്ങളിലാണ്. ആ വാഗ്ദാനങ്ങളിൽ ഒന്നെന്താണ്? ഒരു പുതിയ കാര്യമാണ്. അന്നുവരെ നടക്കാത്തൊരു കാര്യം ഡോക്ടർ ബി സിംസൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MDക്ക് കോൾ ഫോർ ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, പണ്ടങ്ങനെ ഇല്ലായിരുന്നോ? പണ്ട് നിയമം, വെല്ലൂർ മെഡിക്കൽ കോളേജിലെ നിയമം എന്ന് പറയണത് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ചവർക്ക് മാത്രമേ MDക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അതാണ് നിയമം. അവൻ്റെ ഫ്രഷ് ഹാൻഡ്സ് എല്ലാം പുറത്തു പോകും. പഴയ നിയമം അനുസരിച്ച് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്നാണ് ഈ നിയമം എടുത്ത് മാറിയത്. ഒരു പുതിയ കാര്യം എന്നെ കണ്ടില്ല. നിയമങ്ങൾ മാറ്റിക്കൊണ്ട് മരുഭൂമിയെ നീർച്ചാലായിട്ടും അതുപോലെ തന്നെ വിജനപ്രദേശത്ത് പുതിയ പാതയുമായിട്ടും പുതിയ കാര്യം എന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് ആരുടെ വാഗ്ദാനമാണ്? ഈ വാഗ്ദാനം ആരാ പ്രാപിക്കണത്? ഡോക്ടറിൻ്റെ മദറാണ്. എന്താ പറയണത്? കർത്താവ് ഇപ്പോൾ സംസാരിക്കും, നമ്മൾ വെയിറ്റ് ചെയ്യും. അതായത് എന്താ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടറിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയണത്? അത് അവർ മുളയെടുക്കണത് അറിയുന്നുണ്ട്. ചോദ്യം കേട്ടില്ലേ? നമ്മൾ 43 എന്താ പറയുക 43:19 എന്താ പറയുക? ഐസയ്യാ, ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം ഡോക്ടറിൻ്റെ അമ്മ അത് കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സെൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഉടമ്പടി എടുത്തിട്ടും ഓരോ കാര്യവും ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലോ നടക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോലും കർത്താവ് പറയത്തില്ലായിരുന്നു നിന്നോട്. മനസ്സിലായില്ലേ? ആകെ ഉടമ്പടിയാണ് അവരുടെ കാര്യം. കല്യാണം, മക്കളുണ്ടാകുന്ന കേസ്, വസ്തു വിൽപ്പന, വസ്തു വാങ്ങൽ. ഇപ്പം ചിലർ വന്ന് എന്നോട് കുറേ നാളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അച്ഛനുമായിട്ട്. അപ്പോൾ അവർ ആ അധികാരത്തിൽ ചോദിക്കും, ഉടമ്പടി എടുത്തിട്ടും
കുറേ കഷ്ടപ്പെട്ടാണല്ലോ അച്ഛാ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു പറയും, ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉടമ്പടി എടുക്കാതിരുന്നെങ്കിൽ കാര്യങ്ങളേ നടക്കത്തില്ല. പക്ഷേ വേറൊരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. കഷ്ടപ്പെടുമ്പോൾ ഓർക്കണേ, കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ആരാണ് കഷ്ടപ്പെടുന്നത്? യു അല്ലേ, നിങ്ങളല്ലേ കഷ്ടപ്പെടുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? മെരിട്ടെന്നല്ല എൻ്റെ അർത്ഥം. ഇത് മെരിറ്റിൽ നിന്ന് വിഷയം ഈശോ തെറിപ്പിച്ച് കളയുകയാണ്. നോട്ട് ബൈ മെരിറ്റിൽ നിന്ന് കർത്താവ് മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ കേസ് കണ്ട വലിയൊരു മെഡിക്കൽ കോൾ ഫോർ ചെയ്തു, പക്ഷേ 2 ദിവസമേ ഉള്ള ആപ്ലിക്കേഷന്. ഇവരറിയണത് 2 ദിവസമാണ് ഉള്ളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ടെൻഷനായില്ലേ? കണ്ട ടെൻഷൻ പിന്നെ ഓരോണ്ടല്ലേ. ഇനിയിപ്പോൾ ഇത് ടെൻഷൻ ഇത് കൂടും കുറച്ച് കഴിയുമ്പോൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കല്യാണമായാലും സ്ഥലമെടുപ്പായാലും നിങ്ങളുടെ പരീക്ഷ ആയാലും ചിലത് നേരെ സോറി സെറ്റ് ടു ദി ടെൻഷൻ എന്ന് പറഞ്ഞ പോലെ ടെൻഷനിലേക്കാണ് സാധനം പോണത്. അതിൻ്റെ അർത്ഥം അപ്പം തന്നെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയണം. എന്താണ്? ഇത് മെരിറ്റിലല്ല നടക്കാൻ പോണത്, ഗ്രേസിലാണ്. മെരിറ്റിൽ ഇത് നടക്കുന്നത്, യോഗ്യതയിൽ നടക്കത്തില്ല. ഇത് കർത്താവ് പൂർണ്ണമായിട്ട് വിഷയം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളെ ടെൻഷൻ പിടിപ്പിക്കുന്നത്. കാര്യം മാനുഷ്യമായിട്ട് നിൻ്റെ ക്ലെയിം എല്ലാം കട്ട് ചെയ്ത് കളയും. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ സ്വാധീനം കൊണ്ടാണ്, റെക്കമെൻഡേഷൻ കൊണ്ടാണ്, ആനയാണ് കൂനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ കർത്താവിനെ ഇത് മാറ്റത്തില്ലേ? പിശാച് ഒരിക്കലും ദൈവം മഹത്വപ്പെടുന്നത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നോട് പറയും, ബന്ധുക്കൾ പറഞ്ഞിട്ടാണ്, ഗവൺമെൻറ് നിയമം മാറ്റിയിട്ടാണ് ആനയുടെ കൂനെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആ മഹത്വം എടുത്തിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് പിശാചിന് മഹത്വത്തിൻ്റെ കൈമാറ്റം. മഹത്വത്തിൻ്റെ കൈമാറ്റം എപ്പോഴും നമ്മൾ വിശ്വാസികൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് നോക്കേണ്ട ഒരു അപകട മേഖലയാണ്. ബെർമൂഡ ആധ്യാത്മിക ലോകത്തുള്ള ഒരു ബെർമൂഡ ട്രയാങ്കിളാണ്. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം. അതിൻ്റെ മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത് ദൈവത്തിന് കിട്ടേണ്ട മഹത്വം തന്ത്രപരമായിട്ട് പിശാച് അടിച്ചു മാറ്റുകയോ മനുഷ്യന് അധികാര സ്ഥാനങ്ങൾ ചാർത്തി കൊടുക്കുകയോ ചെയ്തിട്ട് നിന്നെ ദൈവത്തിൽ നകറ്റും. ഇതാണ് മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയുന്നത്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പിന്തിരിപ്പൻ ആധ്യാത്മികതയാണ്. അതായത് മഹത്വത്തിൻ്റെ കൈമാറ്റം. അത് ബൈബിളിലുണ്ട് അതിനെക്കുറിച്ച്. അതായത് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം അവർ കന്നുകാലികൾക്കും പറവകൾക്കും കൊടുത്തെന്ന് പൗൾ പറയുന്നില്ലേ നമ്മുടെ നടപടി പുസ്തകത്തിൽ, റോമാലേഖനത്തിൽ 1 അധ്യായം 23 തിരുവചനം. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം പറഞ്ഞ അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. മഹത്വത്തിൻ്റെ കൈമാറ്റം എന്നുവെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സാത്താൻ അടിച്ചു മാറ്റിയിട്ട് അതിന് എതിർ ശക്തികൾക്ക് കൈമാറും. എന്നിട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയും. ചിലപ്പോൾ നിനക്ക് തന്നെ നീ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും, ഓ പിന്നെ ഞാൻ കാനഡയിൽ പോയത്, ഇപ്പം നീ സാക്ഷിയൊക്കെ പറയും, ദൈവം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല, ഞാൻ അത്രയ്ക്ക് മോശം റിസൾട്ടായിരുന്നു. 6 മാസം കഴിയുമ്പോൾ നീ പറയും, ഓ എത്ര പേരാണ് എത്തിയത്, അതുപോലെ ഞാനും എത്തി. കണ്ട മഹത്വത്തിൻ്റെ കൈമാറ്റം തന്നെ കണ്ട. ഇതിൻ്റെ ഒരു പൊട്ടത്തരം എന്ന് പറയണത്, നീ ഇങ്ങനെ നാളെ മഹത്വം കൈമാറും, അയോഗ്യമായ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ നീ കൈമാറ്റുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അത് കാരണം പലപ്പോഴും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലാഗ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യനെ അനുദപിക്കേണ്ട ഒരു മേഖലയാണ് അത്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്തെല്ലാം പ്രതികൂലമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നീയായിട്ട് എനിക്ക് നൽകിയ ഉയർച്ച എന്റെ മരണം വരെ ഞാൻ വേറെ ആർക്കും കൈമാറിക്കൊണ്ട് നിന്നെ അപമാനിക്കുകയോ നിന്റെ മഹത്വത്തിന് മങ്ങലേൽപ്പിക്കുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. അപ്പൊ ഇവിടെ ഡോക്ടർ സാഹചര്യം ചൂടുപിടിക്കുകയാണ്. നിങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഓർക്കുക, ഇത് നിങ്ങളുടെ മെറിറ്റിലല്ല നടക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ് നടക്കാൻ പോകുന്നത്. ഇത് വിവേചിക്കാനുള്ള കഴിവുണ്ടാകണം ഉടമ്പടിക്കാർക്ക്. ഇപ്പം ഇവിടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസമേ ഉള്ളൂ. എവിടെ വെല്ലൂർ അഡ്മിഷൻ കൊടുക്കണേ, ആപ്ലിക്കേഷൻ വെക്കാൻ 2 ദിവസമേ ഉള്ളൂ. ഡോക്ടർ ഇത് അറിയണേ എപ്പോഴാണെന്ന് അറിയാവോ? ശനിയാഴ്ച വൈകുന്നേരമാണ് അറിയണത്. അപ്പോൾ നോ ടൈം. ഞായറാഴ്ചയല്ലേ, പിന്നെ ഓഫല്ലേ, ജാതി സർട്ടിഫിക്കറ്റ് വേണം. ഡോക്ടർ മൈനോട്ടിലുള്ള ആളാണെന്ന് വെല്ലൂരിന് ജാതി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എപ്പോൾ കിട്ടും ജാതി സർട്ടിഫിക്കറ്റ്? തിങ്കളാഴ്ചയേ ഉള്ളൂ. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ, ഈ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ വില്ലേജ് ഓഫീസിൻ്റെ കത്ത് വാങ്ങിച്ച് തഹസിൽദാരിൽ കൊണ്ടേ കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ തീ പാർന്ന പോലുള്ളൊരു ഓട്ടമാണ് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആ ഓട്ടം എന്ന് പറയണതിലേ. ചിലപ്പോൾ വില്ലേജ് ഓഫീസറെ കാണത്തില്ല, ചിലപ്പോൾ ക്ലർക്ക് കാണത്തില്ല, ചിലപ്പോൾ പ്യൂൺ കാണത്തില്ല, ചിലപ്പോൾ സീലുള്ള ആൾ പ്യൂണല്ലേ, സീൻ കാണത്തില്ല. തീർന്നില്ലേ? നിസ്സാരമല്ലല്ലോ ഈ വിഷയം. അപ്പോൾ ഇതെല്ലാം പ്രെയർ ചെയ്യാതെ ഇത് ആൾക്കാർ ഒന്നും അറസ്റ്റ് ചെയ്ത് അവിടെ പൊസിഷനിൽ വെക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇത് മുഴുവനും മെറിറ്റ് എന്നും പോയി. പിന്നെ എന്താണ് ഇത്? ഈ വിഷയം കൺവേർട്ട് ചെയ്ത് ഗ്രേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രേസിലേക്ക് യോഗ്യത കൊണ്ടല്ല, കൃപ കൊണ്ടാണെന്നുള്ള ആ ഫോർമാറ്റ് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നീ ചൂട് പിടിക്കണത്. ചൂട് പിടിച്ച പക്ഷേ കർത്താവ് ഒരു പണി ചെയ്യും. ഇത് കാവലുണ്ടാവും. ദൈവം തന്നിട്ടുള്ളതാണെങ്കിൽ ഒരു തഹസിൽദാർ ഒരിടത്തും പോകത്തില്ല. നിൻ്റെ ടൈം ദൈവം സംരക്ഷിക്കും, നിൻ്റെ ജോലി ദൈവം സംരക്ഷിക്കും. കറക്റ്റ് 4:45 ജാതി സർട്ടിഫിക്കറ്റ് എടുത്ത് കൈ കൊടുക്കും. പിന്നെ ഉള്ളത് 15 മിനിറ്റാണ്. ഇനി നെറ്റില്ലെങ്കിൽ പ്രശ്നമാണ്. എൻ്റെ ഇടയ്ക്ക് നെറ്റും പോവില്ല ഈ കറക്റ്റ് ടൈമിന്. അപ്പോൾ അതിനുള്ളിൽ എന്തുമാത്രം ചക്രശ്വാസം വലിച്ചു കാണാം. ഈ ചക്രശ്വാസം വലിക്കണമല്ല പ്രശ്നം, അതൊക്കെ പ്രാർത്ഥന വലിയാക്കി ചേഞ്ച് ചെയ്യാൻ പഠിക്കണം. അത് അപ്പം നമ്മൾ അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ദൈവമേ നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയാണെന്ന്. അപ്പോൾ 5:55 അല്ല 4:55 ഡോക്ടറിന് തിരിച്ച് ഇമെയിൽ വരും. എന്താണ്? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടേക്കപ്പ് ചെയ്തു. 5 മിനിറ്റ് വ്യത്യാസം. അത് കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.